بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. ആ ഇസ്മിൽപ്പെട്ട പ്രധാനമുള്ള ഒരു ദിക്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ ദിക്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. കാരണം സാമ്പത്തികപരമായിട്ട് കടബുദ്ധിമുട്ടുകൊണ്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. കടുത്ത മനപ്രയാസം എന്ന് പറഞ്ഞാൽ കടം വളരെ വർദ്ധിച്ചു പോയി. കടം വർദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. ഏതാണ്ടൊരു മല പോലുള്ള ഒരു കടമാണ് ഈ മനുഷ്യന് വന്നിരിക്കുന്നത്. കടം കൂടിപ്പോയി. കൂടിയപ്പോൾ 4 വഴിക്കൊന്നും കടക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, കൊടുക്കാനുള്ള കാശുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ആ ആളിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പടച്ച തമ്പുരാനെ ആ അനുഭവത്തിൽ വരുന്നവർക്കല്ലേ അതറിയാൻ കഴിയുള്ളൂ. കടം കൊണ്ടങ്ങനെ വലയുകയാണ്. മാത്രമല്ല, ഈ കടക്കാരനായിട്ട് ഈ വീട്ടുകാരൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ ആ വീട്ടിലുള്ളവർക്കും കൂടി അത് ബാധകമല്ലേ. ഭാര്യയും മക്കളും ആ കടക്കാരൻ്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട്, ആ പിതാവിൻ്റെ കടത്തിൻ്റെ ബാധ്യത കണ്ടുകൊണ്ട് ഭാര്യയും മക്കളും അങ്ങനെ വിഷമിക്കുന്നില്ലേ? അവർ സങ്കടപ്പെടുന്നില്ലേ? അവർ കരയുന്നില്ലേ? അവരുടെ ഹൃദയത്തിൽ വല്ല ആശ്വാസവുമുണ്ടോ? അല്ലാഹു അല്ലാഹു അല്ലാ എന്നുള്ള വിളിയാണ് അവർ വിളിക്കുന്നത്. പടച്ചവനെ, ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് കരകയറ്റണേ അല്ലാ. കടം കൊണ്ട് വലയുന്നു. ഞങ്ങൾ പലർക്കും ഇങ്ങനെ കടക്കാരാണ്. ഞങ്ങളുടെ കാശ് ഇങ്ങനെ കൊടുക്കാനുണ്ട്. ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നീറി ഒരു മനുഷ്യൻ ഇങ്ങനെ കഴിയുന്നു എങ്കിൽ തന്നെയും ആ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹുവിലേക്കുള്ള ചിന്തയ്ക്ക് യാതൊരു കുറവും ഈ മനുഷ്യൻ കാണിക്കുന്നില്ല. വഴിപാടുകളെല്ലാം, നമസ്കാരങ്ങളും മറ്റ് ദിക്റുകളും മറ്റ് കാര്യങ്ങളെല്ലാം ഈ മനുഷ്യനെങ്ങനെ നടത്തിക്കൊണ്ടും ഇരിക്കുന്നു. പക്ഷേ എങ്ങനെ കടം വന്നു എന്നറിയുന്നില്ല. 4 വഴിക്കൊന്നും കടമിഞ്ഞു വന്നുപോയി. ഒരു നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു, നല്ലൊരു സത്യസന്ധമായൊരു കച്ചവടക്കാരനായിരുന്നു. കടം വന്നു കൂടിയപ്പോൾ 4 വഴിക്കൊന്നും കടം ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരുപാട് കാശുകളും ഈ മനുഷ്യന് കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ള കാശുകളൊന്നും കിട്ടുന്ന ഒരു ലക്ഷണങ്ങളുമില്ല. അത് ആഹാരം കൊണ്ട് തിരിച്ചു കൊടുക്കുന്നതുമില്ല. അങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ജീവിതങ്ങൾ ഞാൻ പോയിട്ട് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ആ മനുഷ്യനിങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോകുന്നു. അല്ലാഹുവേ, ഈ മനുഷ്യനുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും മാനസികമായ വിഷമത്തിൽ ഇങ്ങനെ കഴിയുന്നു. എല്ലാവരും ഇങ്ങനെ അല്ലാഹുവിനെ ഇങ്ങനെ വിളിക്കുകയാണ്. അല്ലാഹു വിളിക്കുന്നു. ഇബാദത്തിൽ ഒരു കുറവും ഒരു വരുത്തുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അവനെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, ഈ ദിക്ർ നിങ്ങൾ അങ്ങ് ചൊല്ലൂ. ഇതെൻ്റെ ഇസ്മിൽ പെട്ടതാണ്. ഈ ദിക്ർ നിങ്ങൾ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദിക്ർ നിങ്ങൾ തുടരെ കുറേ ദിവസം അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ പടച്ച തമ്പുരാനേ, ഈ കടം എങ്ങനെ തീർന്നു എന്ന് നിങ്ങളറിയുകയില്ല. അതിനുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഈ കടങ്ങൾ തീർക്കുന്നതിനുള്ളതായ നല്ല ഹലാലായ വഴികൾ ഇങ്ങനെ അങ്ങ് തുറന്നു തരും. അല്ലാഹു വിചാരിച്ചു കഴിഞ്ഞാൽ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഈ കടം തീരുന്നതിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? പിന്നെ തൊടുന്നതെല്ലാം കാശ് തന്നല്ലോ, തൊടുന്നതെല്ലാം പൊന്നല്ലയോ എന്ന് പറയുന്നത് പോലെ നമ്മൾ തൊടുന്നതെല്ലാം പൈസയല്ലയോ? അങ്ങനെ പൈസ കളിഞ്ഞു വരുന്നു. നല്ല മാർഗത്തിൽ
കഴുത്തിൽ കൂടി തന്നെ പൈസ വരുന്നു. ആ പൈസ ഇങ്ങനെ കൊണ്ടുപോകുന്നു, ഓരോരുത്തരുടെയും കടമങ്ങ് തീർക്കുന്നു, ശുദ്ധിയാകുന്നു, ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാകുന്നു, ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുന്നു, വീട്ടിന് ഐശ്വര്യവും ഗുണങ്ങളും വീട്ടിലുണ്ടാകുന്നു, എല്ലാവിധ ഗുണങ്ങളും ഈ മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? അള്ളാഹുവിൻ്റെ ഇസ്മിൽ പ്രധാനപ്പെട്ട ഇസ്മാകുന്ന ഈ ദിക്റങ്ങ് ചൊല്ലുന്നു. ഈ ദിക്ർ ചൊല്ലി ഇങ്ങനെ പോകുന്നു. ഈ ദിക്റിൻ്റെ ഗുണമാണ് ഇവിടെ കാണുന്നത്. എന്താണ് ദിക്ർ എന്ന് ചോദിച്ചാൽ പാടൊന്നുമില്ല, ഈ ദിക്ർ ചെല്ലുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ ഞാനതാ ഈ ദിക്ർ ഇവിടെ ചൊല്ലുന്നു. യാ ശുക്കൂർ യാ അല്ലാഹ്, ഈ ദിക്റാണ് ചെല്ലേണ്ടത്. യാ ശുക്കൂർ യാ അല്ലാഹ്, യാ ശുക്കൂർ യാ അല്ലാഹ്. 501 പ്രാവശ്യം ഒരിരുപ്പിയിരുന്നുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടി ഇരുന്ന് 501 ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, അതിന് ചൊല്ലിയിട്ട് പടച്ചവനോടൊരു ദുആയും അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും, എല്ലാം അല്ലാഹു തആല സലാമാക്കി തരികയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല പിന്നീട് കിട്ടുന്ന സമയങ്ങളിലും നിങ്ങൾക്ക് ഈ ദിക്ർ ഇങ്ങനെ ആവർത്തിച്ച് അങ്ങ് ചെല്ലാവുന്നതാണ്. ആ ദിക്റുകൾ ചെല്ലുക ഏറ്റവും നല്ല കാര്യമാണ്. തൽക്കാലം ഞാൻ ഇപ്പോൾ ഇത്രയേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ ചെല്ലുന്നവർക്കും ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പുതുവല കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണം എന്നും കൂടി ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.